വഖഫ് ബോർഡ് രൂപീകരണത്തിലെ സംസ്ഥാന സർക്കാർ നിലപാട് നിയമപ്രകാരമെന്ന് എജിയുടെ ഓഫീസ്. കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിക്ക് അനുസൃതമായി ബോർഡ് രൂപീകരിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് വിവാദത്തിന് ആധാരം. സമസ്തയടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. വഖഫ് നിയമ ഭേദഗതി പ്രകാരം വഖഫ് ബോർഡ് രൂപീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് ആധാരം. സമസ്ത മുഖപത്രമടക്കം സർക്കാർ നിലപാടിനെ വിമർശിച്ച സാഹചര്യത്തിലാണ് നിയമാനുസൃതമാണ് സത്യവാങ്മൂലമെന്ന് എജിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിലെ 14-ാം വകുപ്പിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല. ബോർഡിൽ 3 അമുസ്ലിം അംഗങ്ങൾ വരെ ആകാമെന്നായിരുന്നു സുപ്രീം കോടതി നിലപാട്. ഇത് പ്രകാരമാണ് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയതെന്നാണ് എജി ഓഫീസ് വ്യക്തമാക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിയെ തുറന്നെതിർത്ത കോൺഗ്രസ് തന്നെ ഭേദഗതി നടപ്പിലാക്കാൻ പോകുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. വഖഫ് നിയമ ഭേദഗതി പ്രകാരം ബോർഡ് രൂപീകരിക്കേണ്ടത് ഹൈക്കോടതി ഇടപെട്ടതോടെ അനിവാര്യമായി മാറിയതും സർക്കാരിന് തിരിച്ചടിയായി. നിലവിലെ വഖഫ് ബോർഡ് നിയമാനുസൃതമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബോർഡിന്റെ പ്രവർത്തനം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചിരുന്നു. ജനം, കൊച്ചി.